തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വെറും 15 കിലോമീറ്റർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റിയൊരു കിടിലം ഒരു ഹിൽ സ്റ്റേഷനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ശാസ്താംപാറയിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് കൂടുതൽ വിശേഷം നോക്കാം. ഹലോ യൂട്യൂബ്, ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ. ഇന്ന് നമ്മൾ ശാസ്താംപാറയിലോട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ പേയാടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ. അപ്പം ആ സ്ഥലത്തെ പറ്റി നമുക്ക് ഇവിടെ ഉള്ള നമ്മുടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ തന്നെ ചോദിച്ചറിയാം. ശാസ്താംപാറ വിളപ്പിശാലയിൽ ഇത് വിളപ്പിശാല. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ല മൊത്തത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം ഒരു ഫുൾ സൈഡായിട്ട് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആർക്കും അങ്ങനെ വലിയ ഫേമസ് അല്ലാത്തൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. വലിയ വികസനങ്ങളൊന്നും അതിലിവിടെ അങ്ങനെ വലിയതായിട്ടൊന്നുമില്ല. ചുറ്റിപ്പാറ പോലെ ഒരു സ്പോട്ട്. ഒരു 7 കിലോമീറ്റർ ആണ്. വിളപ്പിശാലയിന്ന് ഒന്നുകൂടെ റൈറ്റ്. ഗവൺമെന്റ് ഹോസ്പിറ്റലില്ല, ആ റോഡ് പോയിട്ടാണ് പോണത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. നേരെ പോണത് അങ്ങോട്ട്. നേരെ പോകണം. ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ശാസ്താംപാറ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പേയുടെ എൻ്റെ കസിൻസിൻ്റെ വീടുണ്ട്. അപ്പോൾ അവിടെ വന്നുകൊണ്ടാണ് പിന്നെ ശാസ്താംപാറയും കൂടെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങോട്ട് പോകാം. തിരിച്ചു വരുമ്പോൾ ഇവിടെ മിക്കവാറും മൊത്തം വണ്ടിയായിരിക്കും. നമ്മളൊന്നും ക്രിസ്മസിനെന്നാണ് വന്നത്. ക്രിസ്മസിനൊന്നും ഇവിടെയൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു കൂടി സ്ഥലമില്ല. ആരങ്ങനെ പോയി. വളരെയധികം വിഷമം തോന്നും ഈ ഒരു ബോർഡ് വായിക്കുമ്പോഴത്തേക്ക്. അതായത് പാറക്കുറകൾ ഇവിടെ വന്നാലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിനെപ്പറ്റി സംസാരിക്കാം. അപ്പോൾ അത് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ശാസ്താംപാറ എന്തെന്ന് തന്നെ പറയണം. അപ്പം ഇവിടെ അടുത്തായിട്ട് തന്നെ ഒരു ശാസ്താ ക്ഷേത്രമുണ്ട്. അതായത് ഈ പാറയോട് ചേർന്നൊരു പാറയിൽ തന്നെ ശാസ്താ ക്ഷേത്രമുണ്ട്. വളരെ ഫേമസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പാറയ്ക്ക് ശാസ്താ പാറ എന്ന് പേര് വന്നതും അത് തന്നെ കാരണം. അപ്പം ടൂറിസ്റ്റ് പ്ലേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. എന്നാലും അത്യാവശ്യം ഷെഡും കാര്യങ്ങളെല്ലാം കെട്ടിയിട്ടുണ്ട്. പാറകളിലെല്ലാം സ്റ്റെപ്പെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു പ്ലേസാണ്. അപ്പോൾ നമുക്കിനി മേളിലോട്ട് കയറി നോക്കാം. പടിയൊക്കെ ഫാമിലി പറഞ്ഞ കണക്കാക്കി കിട്ടിയത് അല്ലെങ്കിൽ വീണ് കളന്നോ.
പാറക്കോറികളെല്ലാം വരുന്നത് മുഖേന ഈ റോഡ് ഇപ്പം ടാർ ചെയ്തിരിക്കുന്ന നല്ല റോഡുകളെല്ലാം ക്രമേണ നശിക്കും. ഈ ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അപ്പോൾ ഇതൊക്കെയാണ് ശാസ്താംപാറയുടെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തിനി നമ്മൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഒരു അറൗണ്ട് ഒരു 6 മണിയോളമായി. അവിടെ 6 മണി വരെയാണ് വിസിറ്റിംഗ് ടൈം. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ. അപ്പോൾ ഈ വീഡിയോ അതിൻ്റെ ചെയ്യാൻ സമയമായി. അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ ഹോമോ സാപ്പിയൻ. സ്റ്റേ ട്യൂൺ. ബൈ.